വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വായിക്കുന്ന ധ്യാനിക്കുന്ന വചനം അങ്ങയുടേതാണ്, അങ്ങയുടെ ശബ്ദമാണ് എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകളും ബലഹീനതകളും ഉണ്ടെങ്കിൽ ഈ വചനം ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അടിയിൽ നിറഞ്ഞ് വചനം ആത്മനിറവിൽ രചിക്കപ്പെട്ട വചനം ആത്മനിറവിൽ ഘോഷിപ്പാൻ കൃപ നൽകി വഴി നടത്തണമെന്ന് യേശുവിനകത്ത് വീക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 51-ാമത്തെ തിരുവചനം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 7 വേഴ്സ് 51. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം വായിച്ച തിരുവചനം ആദ്യ രക്തസാക്ഷിയായ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്ന ഈ തിരുവചനത്തിലെ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമേ. അപ്പോൾ ഇത് അഭിസംബോധന ചെയ്യുന്നത്, സംസാരിക്കുന്നത് ആരോടാണ്? നമുക്കറിയാം, അബ്രഹാമിൻ്റെ തലമുറ മുതൽ ദൈവം ഇസ്രായേൽ ജനതയെ വേർതിരിക്കുന്നത് ഒരു പരിച്ഛേദന കർമ്മം നടത്തുവാൻ അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. 8-ാം ദിവസം പരിച്ഛേദന ഏൽക്കണം എന്ന് ഒരു നിയമം യഹൂദന്മാർക്ക് ദൈവം നൽകുന്നുണ്ട്. അതിന്നും അവർ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആ പരിച്ഛേദന ബാഹ്യമായ ഒരു അടയാളമാണെങ്കിൽ ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമേ എന്ന് ഈ സ്തെഫാനോസ് പറയുമ്പോൾ എന്താണ് അദ്ദേഹം അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? മാത്രമല്ല, ആ തിരുവചനത്തിൻ്റെ അവസാനം പറയുകയാണ്, നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നുള്ളത് ക്രൈസ്തവന് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രിവിലേജാണ്, അനുഗ്രഹമാണ്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള കുരിശ് വരച്ച് തീർക്കുന്ന ഒരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ നമുക്കറിയാം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്, ദൈവത്തോട് സമനാണ്. കാരണം ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാനാണ് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, 14-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനങ്ങൾ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങളോടുകൂടെ എന്നേക്കും ഉണ്ടായിരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും, സത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ. അപ്പോൾ എന്നും നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ വഴി നടത്തുവാൻ, ദൈവമായി നമ്മോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്കായി വാഗ്ദാനം ചെയ്തതും താൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയതിന് ശേഷം പിതാവിൽ നിന്ന് നമുക്കായി നൽകിയതുമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് നാം ദുഃഖിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് എതിർത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നാം കാണുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമുക്കായിട്ട് വാഗ്ദാനം ചെയ്തത്? അവിടെ നാം വായിച്ചു, സത്യത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ സത്യത്തിലൂടെ നടക്കുവാൻ, ചരിക്കുവാൻ
നമ്മുടെ അറിവുകൾ കൊണ്ടോ പഠനങ്ങൾ കൊണ്ടോ നമുക്ക് സാധ്യമല്ലാത്തത് ദൈവം തന്നെ സത്യം എന്തെന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമുക്കായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും പോകുവാനാണ് ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. ക്രൈസ്തവൻ ക്രിസ്തീയ പേര് മാത്രം ഉള്ളതുകൊണ്ട് അവൻ ക്രൈസ്തവൻ എന്ന് പറയാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കളെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന, അവൻ ആശ്വാസപ്രദനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും മറ്റാർക്കും നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും നമ്മെ ആശ്വസിപ്പിക്കുവാൻ മതിയാവുന്നവനാണ് ഈ പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദൻ. രണ്ടാമത്, നമ്മെ ഗൈഡ് ചെയ്യും, നമ്മെ നയിക്കും. സത്യത്തിലൂടെ മാത്രം നാം പോകുവാൻ തക്കവണ്ണം നമ്മെ നയിക്കുന്ന ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പലപ്പോഴും തെറ്റെന്ത് ശരിയെന്തെന്നറിയാതെ നാം തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലക്ഷൻ്റെ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മെ നയിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവാൽ നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയെയും നയിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. മൂന്നാമത്, അത് നമ്മെ നമ്മെ ശക്തിപ്പെടുത്തും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, താൻ ഉത്ഥാനം ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറയും, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ ശക്തി ലഭിച്ചു, അവർ സാക്ഷികളായിത്തീരുന്നു നമ്മുടെ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. ജീവിതത്തിൽ നാം തളർന്നു പോകുവാൻ നമ്മെ അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെയും സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ അവിടെ നമ്മെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, നമ്മെ എംപവർ ചെയ്യുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അവസാനമായി, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. തെറ്റുകൾ എന്തെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നാം വിശുദ്ധിയിൽ വളരുവാൻ നമുക്കായി നൽകിയിരിക്കുന്ന ഈ ആത്മാവ്, എങ്ങനെയാണ് ഈ ആത്മാവിനെ നാം കാണുന്നത്, സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഇവിടെ സ്തെഫാനോസ് പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിനും പരിച്ഛേദന ഇല്ലാത്തവരുമേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും ഈ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന നിർദ്ദേശം സ്വീകരിക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന മാർഗം നാം പിന്തുടരുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുകയോ ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലും നാം പോകാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരെ നാം എതിർത്ത് നിൽക്കുന്നവരാണ്. ഇത് സ്തെഫാനോസ് പറയുമ്പോൾ നാം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് സ്തെഫാനോസിന് 8-ാമത്തെ തിരുവചനം, അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിനിടയിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. സ്തെഫാനോസ് ദൈവത്തിൻ്റെ ആത്മാവാൽ നിറഞ്ഞവനായി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു പോരുന്നൊരു സാഹചര്യത്തിൽ അവനെതിരെ ചിലർ എഴുന്നേൽക്കുകയാണ്. തുടർന്ന് തൊട്ടുള്ള 9-ാം വാക്യത്തിൽ, ലിബീർത്തീനർ എന്നീ പേരുള്ള പള്ളിക്കാരിൽ ചിലരൊക്കെയും കുറേനക്കാരിലും അലക്സാണ്ട്രിയക്കാരിലും കിലിക്കിയ, ആസ്യ എന്നീ ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തെഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അവനെതിരെ തർക്കിക്കുന്ന ഒരു സമൂഹം, ഒരു ജനതയ്ക്ക് അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവനിലുള്ളത് പരിശുദ്ധാത്മാവാണ്, അവനെ ബലപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സ്തെഫാനോസിനെ പിടിച്ച്
ഈ ശാസ്ത്രിമാരുടെ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ അവനെ ഹാജരാക്കുന്നത്. നാം അത് 12-ാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെ അവർ ജനങ്ങളെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവർ അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിന് മുമ്പേ ഹാജരാക്കി. കർത്താവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം തീരുമാനമെടുത്ത ആ സന്നിധി സംഘം അല്ലെങ്കിൽ ആ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ സ്തെഫാനോസിനെ ഹാജരാക്കുകയാണ്. എന്നിട്ട് അവനോട് ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ അവൻ മറുപടിയായിട്ട് പറയുന്ന പ്രസംഗമാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആ പ്രസംഗത്തിൻ്റെ അവസാനമാണ് അദ്ദേഹം ഇപ്രകാരം പറയുന്നത്: ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമേ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എപ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ അവരുടെ യഹൂദന്മാരുടെ ന്യായാധിപ സംഘത്തിലുള്ളവരുടെയൊക്കെയും ജീവിതത്തിൽ അവരുടെ പിതാക്കന്മാർ മുതൽ ദൈവം അയച്ച പ്രവാചകന്മാരെ അവർ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പാരമ്പര്യം അവർക്കുണ്ട്. യേശു മശിഹ ആണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വരുമെന്ന് പറഞ്ഞ ആ പ്രവാചകന്മാരെ പോലും കൊന്നുകളയുന്ന യഹൂദന്മാർക്ക് എതിരെ കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ശാഠ്യക്കാരാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് കേൾക്കുവാനുള്ള മനസ്സ് ഉണ്ടാകുകയോ അതനുസരിക്കുന്നതിനോ വിശ്വസിക്കുന്നതിനോ കഴിയാത്ത പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ എന്ന് അദ്ദേഹം പറയുകയാണ്. തുടർന്ന് നമുക്കറിയാം അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ട് തുറന്നുള്ള തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഇന്ന് നാം നോക്കുമ്പോൾ ദൈവിക പ്രവർത്തനങ്ങളെ പരിഹസിക്കുന്ന, വിമർശിക്കുന്ന, അതിനെതിരെ വിരൽ ചൂണ്ടുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയും. അതിൽ നല്ലൊരു ഭാഗവും ക്രൈസ്തവർ തന്നെയാണ്. കാരണം പലപ്പോഴും അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരം ദൈവത്തിൻ്റെ വചനപ്രകാരം പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നവർക്കെതിരെ കരിവാരി തേയ്ക്കുന്ന, കല്ലെറിയുന്ന ഒരു സമൂഹത്തെ ഇന്ന് നാം കാണുകയാണ്. നാം മനസ്സിലാക്കുക, നാം ചെയ്യുന്നത് പാപമാണ്. എന്ത് പാപം? പരിശുദ്ധാത്മാവിന് എതിരായിട്ട്, പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്ന വലിയ പാപമാണ്. അതെന്തുകൊണ്ട് പാപമെന്നൊരു പക്ഷേ നാം ചോദിച്ചേക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 28-ഉം 29-ഉം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോടോ ഒരു നാളും ക്ഷമിക്കുകയില്ല, അവൻ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നാം അറിഞ്ഞോ അറിയാതെയോ ദൈവിക പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്കെതിരെ നാം പറയുന്ന കാര്യങ്ങൾ, നാം ചെയ്യുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെയാണ് ചെയ്യുന്നത് നാം മനസ്സിലാക്കുക. ഇവിടെ സ്തെഫാനോസ് പരിശുദ്ധാത്മ നിറവിലാണ് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതും പ്രസംഗിച്ചതും. അപ്പോൾ അവനെതിരെ പ്രവർത്തിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരെയാണെന്നാണ് ഇവിടെ സ്തെഫാനോസ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നാം ശാന്തമായിട്ട് പരിശോധിക്കണം. കാരണം അതൊരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണെന്ന്. മനുഷ്യപുത്രനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കുകയില്ല. കാരണം ആ ആത്മാവ് നമ്മളിൽ വസിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നടപ്പിലും നാം മുമ്പോട്ട് പോകുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ, അതായത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ കുറ്റബോധം വരുത്തി ആ തെറ്റുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് നാം വിശുദ്ധി പ്രാപിക്കുവാൻ അത്രേ പരിശുദ്ധാത്മാവിനെ നമുക്കായി ദൈവം നൽകിയിരിക്കുന്നത്. അത് മാമോദിസാവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് തീരുന്ന ഒരു പ്രക്രിയയല്ല. പിന്നെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ഈ ആത്മാവിൽ വളരുവാൻ നമുക്ക് കഴിയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും വിധേയത്തിലും അനുസരണത്തിലും നാം മുമ്പോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടുതൽ നിറയുവാനും വളരുവാനും നമുക്ക് കഴിയും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടലുകൾ മൂലമാണ്. നാം മനുഷ്യ സഹജമാകുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം. എന്നാൽ
അത് നമ്മെ കുറ്റം ബോധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? എഫേസ്യ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ തിരുവചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പിനായി മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാൽ മുദ്ര വയ്ക്കപ്പെട്ടവരാണ് നാം മാമോദിസ വഴി. മാമോദിസായിൽ നടക്കുന്ന കർമ്മം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി മുദ്ര വയ്ക്കുകയാണ്. പക്ഷേ ആ പരിശുദ്ധാത്മാവ് അതോടുകൂടി അവസാനിക്കുകയല്ല, ആ ബന്ധം അവസാനിക്കുകയല്ല. ആ പരിശുദ്ധാത്മാവിൽ നാം വളരണം. നാം ഭൗതികമായി വളരുന്നത് പോലെ നാം ശാരീരികമായി വളരുന്നത് അതിന് ആനുപാതികമായി, അല്ലെങ്കിൽ അതിലല്പം കൂടി ആത്മാവിൽ വളരുമ്പോഴാണ് ദൈവകൃപയിൽ നമുക്ക് ജീവിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ തൊക്കെ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നത്? നാം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിതനാവുകയാണ്. നാം നമ്മുടെ കോപവും നമ്മുടെ ഇതാകുന്ന പാപ സ്വഭാവങ്ങൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നാം ചിന്തിക്കാറില്ല. വീണ്ടും 1 തെസ്സലോനിക്കൻസ് 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ആത്മാവിനെ കെടുത്തിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ചാൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യുകയില്ല. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന തിരുവചനത്തെ നാം പഠിക്കുന്നുണ്ട്. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നവനാണ്. യജമാനൻ പറയുന്നത് അനുസരിച്ച് അത് നന്നായി നടത്തുന്നവനാണ് ഒരു കാര്യസ്ഥൻ. അപ്പോൾ ഈ കാര്യസ്ഥനോട് പറയുന്നതാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് നാം പറയുവാൻ നാം ആവശ്യപ്പെടുമ്പോഴാണ് നമ്മെ അത് സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാതെ നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് പ്രവർത്തിക്കാം. എന്നാൽ ഒരു ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ നാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് അനുയോജ്യമാകുന്ന തീരുമാനമെടുക്കുവാൻ നമ്മെ സഹായിക്കും. കാരണം അവൻ സഹായകനാണ്. ഹീസ് എ ഹെൽപ്പർ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാര്യസ്ഥനാണ്. കാര്യസ്ഥനോട് നാം ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നാം പറയുമ്പോഴാണ് കാര്യസ്ഥന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നാം അനുസരിക്കാതെയും ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം എന്താണ്? അത് കെട്ടുപോകും. അതാണ് ഇവിടെ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ആത്മാവിനെ കെടുത്തിക്കളയരുത്. പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ അത് നാം വീണ്ടും അനുദപിക്കാതെ നാം മുമ്പോട്ട് വീണ്ടും പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ എന്നേക്കും കെടുത്തിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്കാണത് നയിക്കപ്പെടുന്നതെന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ദൈവം മോശയും അഹ്റോനെയും വിളിച്ച് ഫറവോയുടെ അടുത്തേക്ക് അയക്കുകയാണ്. എന്നിട്ട് 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, അതിന് ഫറവോൻ അവൻ്റെ വാക്ക് കേട്ട്, ഞാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഈ യഹോവ ആര്? ഞാൻ യഹോവയെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞു. 1-ാമത്തെ വാക്യത്തിൽ, അതിനുശേഷം മോശയും അഹ്റോനും ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, മരുഭൂമിയിൽ എനിക്കൊരു ഉത്സവം ആചരിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം കൽപ്പിച്ചിട്ട്, ദൈവം പറഞ്ഞിട്ട് ഫറവോൻ്റെ അടുത്തേക്ക് മോശയും അഹ്റോനും കടന്നു ചെന്ന് ജനത്തെ വിട്ടയക്കുവാൻ തൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഫറവോ പറയുകയാണ്, ഞാൻ ഈ ദൈവത്തെ അറിയുന്നില്ല, ഞാൻ യഹോവയെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല. അപ്പോൾ ദൈവം ആരെന്ന് അവനെ ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ചില അത്ഭുതങ്ങൾ മോശയിലൂടെ ദൈവം അവിടെ പ്രവർത്തിക്കുകയാണ്. ആ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആദ്യം അത്ഭുതങ്ങൾ നമുക്കറിയാം. മോശയുടെ കയ്യിലിരുന്ന വടി താഴെയിട്ട് പാമ്പാകുവാൻ അവനോട് കൽപ്പിക്കുമ്പോൾ അത് പാമ്പാകുന്നു. അത് വീണ്ടും പിടിക്കുമ്പോൾ അത് വടിയായിട്ട് മാറുന്നു. അപ്പോൾ ഫറവോയും അവൻ്റെ മന്ത്രവാദികളെയൊക്കെയും വരുത്തി അപ്രകാരം തന്നെ ചെയ്യുകയാണ്.
അങ്ങനെ ആദ്യത്തെ രണ്ട് മൂന്ന് അത്ഭുതങ്ങൾ നടക്കുമ്പോഴൊക്കെയും ഫറവോയുടെ ഹൃദയം കഠിനമാകുകയാണ്. കാരണം ഇത് ദൈവത്തിന് മാത്രമല്ല, ഇത് മറ്റു പലർക്കും സാധ്യമാണ് എന്ന് അവൻ വിശ്വസിക്കുകയാണ്. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും അവിടെ ഒരു അത്ഭുതം, വടിയെ പാമ്പാക്കുന്ന അത്ഭുതത്തിൻ്റെ അവസാനം നാം വായിക്കുകയാണ്. 13-ാമത്തെ വാക്യം, യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോൻ്റെ ഹൃദയം കഠിനമായി, അവരുടെ വാക്ക് കേട്ടില്ല. അപ്പോൾ ഈ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമാകുകയാണ്. ദൈവമാണിത് പ്രവർത്തിച്ചതെന്ന് വിശ്വസിക്കാൻ അവന് കഴിയുന്നില്ല. അവൻ ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല, അവൻ്റെ ഹൃദയം കൂടുതൽ കഠിനമാകുന്നതായിട്ട് നാം കാണുകയാണ്. വീണ്ടും 7-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ വീണ്ടും മറ്റൊരു അത്ഭുതം, അതായത് അവിടെയുള്ള വെള്ളമൊക്കെയും രക്തമായി തീരുന്ന ഒരു വലിയ അത്ഭുതം അവിടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അവനും അവൻ്റേതാകുന്ന മന്ത്രവാദികളെ വിളിച്ച് അതും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫറവോൻ്റെ ഹൃദയം വീണ്ടും കഠിനമാകുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. 8-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ മറ്റൊരു അത്ഭുതവും പ്രവർത്തിച്ച ശേഷം അവൻ്റെ ഹൃദയം കഠിനമാകുന്നതായിട്ട് നാം വായിക്കണം. എന്നാൽ സ്വസ്ഥത വന്നെന്ന് ഫറവോൻ കണ്ടപ്പോൾ യഹോവ അരുളി ചെയ്തതുപോലെ അവൻ തൻ്റെ ഹൃദയം കഠിനമാക്കി, അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഇവിടെ ഈ തവളകളെ അയക്കുമ്പോൾ അതവർക്ക് സാധ്യമാകുന്നില്ല. അപ്പോൾ മോശ ഫറവോനോട്, തവളകൾ നിന്നെയും നിൻ്റെ ഭവനത്തെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രം അവശേഷിക്കേണ്ടത്, ഞാൻ നിനക്കും നിൻ്റെ ഭൃത്യന്മാർക്കും നിൻ്റെ ജനത്തിനു വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴെങ്കിലും ഫറവോ മനം തിരിഞ്ഞ് ഇവരെ വിട്ടയക്കും, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുവാൻ പറയാം. അതുകൊണ്ട് മോശ ഉടനെ പ്രാർത്ഥിക്കുന്നില്ല. മോശ പറയുകയാണ്, നീ പറയുക എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, നീ സഹികെട്ട് കഴിയുമ്പോൾ, നിനക്കത് അസാധ്യമെന്ന് കരുതുമ്പോൾ നീ എന്നോട് ആവശ്യപ്പെടുക, ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ നാളെ എന്നവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിൻ്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് മോശ അവനോട് പറയുകയാണ്. എന്നാൽ അവൻ്റെ ആ വലിയ ബാധയെ മാറ്റിക്കഴിയുമ്പോഴും അവൻ്റെ ഹൃദയം കഠിനമാകുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കുവാൻ തൊക്കെ കഴിയും. വീണ്ടും 8-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ മറ്റൊരു അത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോഴും അവൻ്റെ ഹൃദയം കഠിനമാണ്. മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിൻ്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. മന്ത്രവാദികൾ പോലും പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ കരമാണ്, ഇത് ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നിട്ടും ഫറവോയുടെ ഹൃദയം കഠിനമാകുന്നതായിട്ട് നാം അവിടെ വായിക്കുകയാണ്. തുടർന്ന് 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ തിരുവചനത്തിലും, എന്നാൽ ഈ പ്രാവശ്യം ഫറവോൻ തൻ്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചതുമില്ല. അങ്ങനെ തുടർന്ന് 9-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിലും 9-ാം അധ്യായത്തിൻ്റെ 35-ാം തിരുവചനത്തിലൊക്കെയും ഫറവോ ഹൃദയം കഠിനമാക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ പ്രവർത്തനമാണെന്ന് അവന് അംഗീകരിക്കുവാൻ അവന് കഴിയുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. ഈ 10 ബാധകൾ അയച്ച അവസാനം ആദ്യജാതന്മാരെ, മിസ്രൈമിൻ്റെ ആദ്യജാതന്മാരെയൊക്കെയും സംഹാരദൂതനാൽ കൊല്ലപ്പെടുന്നതായിട്ട് നാം കാണുകയാണ്. അങ്ങനെ ആ ഒരു വലിയ സംഭവം കഴിയുമ്പോഴാണ് ഫറവോ ഈ ജനത്തെ മിസ്രൈമി അടിമത്തത്തിൽ നിന്നും അവരെ അയക്കുന്നതെന്ന് നാം തിരുവചനത്തിലൂടെ കാണുകയാണ്. എന്നാൽ അവരെ അയച്ചതിന് ശേഷവും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ട് അവരെ അനുധാവനം ചെയ്തവരെ പിടിച്ചുകൊണ്ടുവരുവാൻ അവൻ പുറകെ പോകുന്നതായിട്ടും, തുടർന്ന് അവർ മുമ്പോട്ടുള്ള യാത്രയിൽ ചെങ്കടൽ പിളർന്ന് മറുകരയിലേക്ക് ഇസ്രായേൽ ജനത പ്രവേശിക്കുകയും അവരെ പിന്തുടർന്ന ഫറവോയും അവൻ്റെ ശക്തമായ സൈന്യവും ആ ചെങ്കടലിൽ താണുപോവുക മാത്രമല്ല, എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന ഒരു വലിയ സംഭവം നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തൊക്കെ കഴിയും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മോട് നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും. തെറ്റുകൾ ചെയ്യുമ്പോൾ, വീഴ്ചകൾ വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം പല തലങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ ദൈവശബ്ദത്തെ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ അതിനെ മറുതലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അവസാനം, ദൈവം കൊടുത്ത അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഹൃദയം കഠിനപ്പെട്ട് മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയുടെ അവസാനം ഫറവോയെ പോലെ നാശമാണ് എന്നുകൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം
പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് മറ്റാരുമല്ല നമ്മുടെ കർത്താവ്, നമുക്കായി ജീവൻ നൽകിയ, നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നവരാണെങ്കിൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. അത് ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാകാം. പക്ഷേ ദൈവിക പ്രവർത്തനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നാം ശബ്ദമുയർത്തുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരെ ഉയർത്തുന്ന ശബ്ദമാണ് എന്ന് സ്തെഫാനോസ് ഈ ഇസ്രായേൽ ജനതയോട്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ന്യായാധിപ സംഘത്തിലുള്ളവരോട് പറഞ്ഞതുപോലെ നമ്മയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപമെന്ന് നാം ഇപ്പോഴും ഓർക്കുക. ഇതുകൊണ്ടാണ് ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. 51-ാം സങ്കീർത്തനത്തിൽ 10-11 വാക്യത്തിൽ നാം വായിക്കുകയാണ്: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുത്. നമുക്കറിയാം, ദാവീദ് പാപം ചെയ്തു. നാഥാൻ പ്രവാചകൻ അവനോട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ് അവൻ്റെ പാപത്തെക്കുറിച്ച് വിരൽ ചൂണ്ടുമ്പോൾ അവൻ അനുതപിച്ച് അവൻ ഉപവസിക്കുകയാണ്. എന്നിട്ട് ദാവീദിൻ്റെ അനുതാപ സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്: ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങൾ മായ്ച്ചു കളയണമേ. തുടർന്ന് അദ്ദേഹം പറയുകയാണ്: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവരായി, പരിശുദ്ധാത്മാവിൽ വളരുന്നവരായി, ദൈവശബ്ദത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവിക കൃപകളാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.